പ്രിയമുള്ളവരെ, അന്തസ്സുള്ള സുരക്ഷിതത്വം 5 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ദിരാ ആവാസ് യോജന എന്ന പേരിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി നടപ്പിലാക്കുന്നു. ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരത്തിന് 6 കിലോ അരി, ഒരാൾക്ക് 6 കിലോ, ഒരു കുടുംബത്തിന് 4 ആളുണ്ടെങ്കിൽ 6 4 24 കിലോ അരി. രാജീവ് ആരോഗ്യ കേന്ദ്ര 10 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ്. അടിസ്ഥാന സൗകര്യങ്ങൾ 53 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അന്തസ്സുള്ള അവസരങ്ങൾ. ബില്ലുകളെക്കുറിച്ചുള്ള ഭയം. 200 യൂണിറ്റ് വൈദ്യുതി ഉപയോഗം സൗജന്യം പാവപ്പെട്ടവർക്ക്. അന്തസ്സുള്ള അടുക്കള സൗകര്യങ്ങൾ. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ. സുരക്ഷിതമായ കുടുംബങ്ങൾ. ശക്തമായ അടിത്തറ. വികസിത തെലങ്കാന എന്നിവ നടപ്പിലാക്കുന്നുണ്ട് തെലങ്കാനയിൽ. നമ്മുടെ കേരളത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പലതവണയായിട്ട് 4 പ്രാവശ്യം കൂട്ടിയിട്ട് മെഡിക്കൽ കോളേജ് നമ്മുടെ കൃഷ്ണൻകുട്ടിയേട്ടൻ വൈദ്യുതി മന്ത്രിയായിട്ട് ഇവിടെ 4 പ്രാവശ്യം കറണ്ട് ബില്ല് കൂട്ടി. അങ്ങേർക്ക് അവാർഡ് കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. അതിൻ്റെ പേരിലാണ് നമ്മുടെ അച്യുതൻ MLAയുടെ മകൻ അവിടെ വികസിത ഒരു ഇത് നടത്തി, പദയാത്ര നടത്തി. അവിടെ 29 സീറ്റിൽ 19 കോൺഗ്രസ്, BJPക്ക് ഒന്നുമില്ല, 9 സീറ്റ് CPM എന്നിങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ആയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ല, കടം മാത്രമാണ്. നേരത്തെ 1.5 ലക്ഷം കോടി ഉറുപ്പിയുള്ള കടമുള്ളതിന് 5 ലക്ഷം കോടിയാക്കി കൊണ്ടുവന്നതാണ് പിണറായി വിജയൻ്റെ നേട്ടം എന്ന് പറയുന്നത്. പെൻഷൻ കൊടുക്കണമെങ്കിൽ കടമെടുക്കണം. സ്വന്തമായി കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന നെട്ടോട്ടം ഓടുന്ന സമയത്താണ് ഇത്. ഇവിടെ 960 ഉറുപ്പികയാണ് ഗ്യാസ് സിലിണ്ടർ. തെലങ്കാനയും തമിഴ്നാടൊക്കെ കണ്ടു പഠിക്കട്ടെ ഇവർ. തെലങ്കാന, തമിഴ്നാട് കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞാൽ തീവട്ടിക്കൊള്ള നടത്തുന്നു. കറണ്ട് ബില്ല് കൂട്ടി, കുടിവെള്ളത്തിന് കൂട്ടി, 4 പ്രാവശ്യം കുടിവെള്ളത്തിന് കൂട്ടി. 8 ആൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ 2500 രൂപയാണ് 2 മാസത്തിനുള്ളിൽ കുടിവെള്ളത്തിന് കൂട്ടിയിരിക്കുന്നത്. 2000 രൂപ പെൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. 2000 രൂപ പെൻഷൻ കൊടുത്തിട്ട് 4000 രൂപ തിരിച്ച് പിടിക്കുന്ന ഒരു സർക്കാർ, സംസ്ഥാന സർക്കാരാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം നാട്ടുകാർ കണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. തെലങ്കാനയും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണ്. കർണാടകയിലും നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നത്. ബസ് യാത്രാ സൗജന്യം. ഇവിടെ എന്താ ബസ് യാത്രാ സൗജന്യം ഉണ്ടോ? ഗണേഷ് കുമാർ എന്തൊക്കെയാണ് പറയണത്? അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ കാറ് വിറ്റു, ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോൾ KSRTCയിൽ കടമെടുത്തിട്ട് ലോണും ശമ്പളം കൊടുക്കണം. KSRTC ലാഭത്തിൽ എന്ന് പറയുന്നത് വെറും മൂഢസ്വർഗത്തിലാണ്. KSRTCയെ പടുകുഴിയിലേക്ക് വിട്ടിരിക്കുകയാണ് ഗണേഷ് കുമാറും മറ്റുള്ളവരൊക്കെ, CPM ഒക്കെ. ലാഭം കാര്യമായിട്ടൊന്നുമില്ല. ഡീസൽ അടിക്കാനുള്ള കാശും മറ്റുള്ളതൊക്കെ ആയിട്ട് ചിലവ് ഒരുപാട് കൂടുന്നുണ്ട്, വരവ് കമ്മിയും. അതുകൊണ്ട് എല്ലാവരും UDFനെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് UDFനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യൂട്യൂബ് ചാനൽ വോയിസ് ഓഫ് ചങ്കനാടൻ ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. എല്ലാം കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.